Hello dear students, today let's discuss the question paper. We have only one previous question paper and you know that this syllabus has started in the last academic year 2019. So let's discuss the question paper of English paper 2 readings on Kerala. So this is the text of English paper 2 multiple modernities readings on Kerala. You have two modules. So you have two modules, module 1 and module 2. In each module you have 5 chapters to study, and you can omit one of the chapters except when you are thorough with the other 4 chapters. Means നിങ്ങൾ 4 ചാപ്റ്റേഴ്സ് നല്ല തറോയായി പഠിച്ചാൽ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഒഴിവാക്കാം. അത് ഒഴിവാക്കിയാലും നിങ്ങൾക്ക് ചോയ്സ് ഉള്ളതുകൊണ്ട് മറ്റുള്ള ചാപ്റ്റേഴ്സൊക്കെ നന്നായി പഠിച്ചാൽ ഇതങ്ങ് നിങ്ങൾക്കൊരു ചാപ്റ്റർ നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. അതേതാണെന്ന് നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒഴിവാക്കാം. പക്ഷേ മറ്റുള്ള ചാപ്റ്റേഴ്സ് നല്ല തറോയായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു ചോയ്സ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മൊഡ്യൂളിൽ കോൺവെർസേഷൻ ദാറ്റ് സ്പ്രെഡ്സ് ലൈറ്റ്, ശ്രീനാരായണ ഗുരു ഈസ് വെരി ഈസി, ക്യൂറിംഗ് കാസ്റ്റ്, എരി, കേളു, ജീവിതപാത. ഈ 5 ചാപ്റ്റേഴ്സും വളരെ ഈസിയാണ്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടഫായിട്ട് തോന്നുമെങ്കിൽ അത് ഒഴിവാക്കിയാൽ മറ്റുള്ള എല്ലാ ചാപ്റ്റേഴ്സും എന്തായാലും നല്ല തറവായിട്ട് പഠിക്കണം. കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് വരും, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരും, എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അതേപോലെ മൊഡ്യൂൾ 2-ൽ അബൌട്ട് മൈ റേസ്, ദ കുറ്റിപ്പുറം ബ്രിഡ്ജ്, കറേജിയസ് ആക്ട്, വൈക്കം സത്യാഗ്രഹ, ദ വോയിസ്. സോ ഇതിലും ഒരു ചാപ്റ്റർ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ബിക്കോസ് യു ഹാവ് ചോയ്സ്. എല്ലാത്തിലും നിങ്ങൾക്ക് 2 എസ്സേ തരും, അതിലൊരു എസ്സേ എഴുതിയാൽ മതി. അങ്ങനെയൊക്കെ ചോയ്സ് ഉണ്ടായത് കൊണ്ട് ഒറ്റൊരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാതെ വെച്ചാലും മറ്റുള്ള ചാപ്റ്റേഴ്സ് തറോ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായി എക്സാം എഴുതി യു ക്യാൻ പാസ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. So this is the previous question paper in the year 2019. So ഇവിടെ 2 മൊഡ്യൂൾസ് നിന്നും എസ്സേസ് വരുന്നുണ്ട്. അതിൽ 2 ചോയ്സുമുണ്ട്. ഏതെങ്കിലും ഒരു എസ്സേ എഴുതിയാൽ മതി. ഓരോ മൊഡ്യൂളിൽ നിന്നും ഒരു എസ്സേ എഴുതാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് മേലെ ക്യൂറിംഗ് കാസ്റ്റ് ആൻഡ് ജീവിതപാത 2 എസ്സേസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ നല്ല തറോ ആയിട്ട് പഠിച്ചത്, അങ്ങനെ നിങ്ങൾ നന്നായി തറോ ആയിട്ട് പഠിച്ചത് ഫസ്റ്റ് എഴുതാം. ഓക്കെ. അതുപോലെ നെക്സ്റ്റിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് 2 എസ്സേസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചോയ്സ് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒഴിവാക്കുകയാണെങ്കിൽ, ഓരോ മൊഡ്യൂളിൽ ഓരോ ചാപ്റ്റർ ഒഴിവാക്കണമെങ്കിൽ മറ്റുള്ള ചാപ്റ്റേഴ്സ് നല്ല തറോ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പാരാഗ്രാഫാണ്. പാരാഗ്രാഫിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലും ചോയ്സ് ഉണ്ട്. 2 പാരാഗ്രാഫ്സ് എഴുതിയാൽ മതി, ഒന്ന് ഒഴിവാക്കാം. സോ നെക്സ്റ്റ് എന്താണ്, മൊഡ്യൂൾ 2-ന്നും 3 പാരാഗ്രാഫ് ഉണ്ട്. പൊയ്ക്കൽ അപ്പച്ചൻ്റെ അബൌട്ട് മൈ റേസ് ഉണ്ട്. പിന്നെ ആയിഷാസ് സർവൈവൽ ത്രൂ ദ ടഫ് ടൈംസ് ഉണ്ട്. പിന്നെ യേശുദാസ് കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ 3 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 2-ന്നും മൊഡ്യൂൾ 1-ന്നും ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും. ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി 2 എഴുതാം. അത് നന്നായി ഒരു പേജ് മുഴുവനായിട്ട് നിങ്ങൾ നല്ല വൃത്തിക്ക് എഴുതിയാൽ അത്യാവശ്യം 3.5 മാർക്സിന് നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് കോംപ്രിഹെൻസീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും മൊഡ്യൂൾ 1-ന്നും ഉണ്ട്, മൊഡ്യൂൾ 2-ന്നും ഉണ്ട്. മൊഡ്യൂൾ 1-ന്ന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 4 എഴുതിയാൽ മതി. അപ്പോൾ ചോയ്സ് ഇവിടെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒഴിവാക്കാം. സോ ഇങ്ങനെ ഒരു ചോയ്സ് ബേസ്ഡ് ആയിട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ചാപ്റ്റർ ഒഴിവാക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല, മറ്റുള്ള ചാപ്റ്റേഴ്സ് തറോ ആക്കിയാൽ. ഓക്കെ. ഇൻ ദ സെയിം വേ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും 5 കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 4 അറ്റൻഡ് ചെയ്താൽ മതി. നല്ല വൃത്തിക്ക് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് അതേപോലെ കിട്ടും. ജസ്റ്റ് 1 സെൻറ്റൻസ് 2 സെൻറ്റൻസിൽ നല്ല വൃത്തിക്ക് കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ്. സോ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് ആൻസർ ടു ദ പോയിൻറ്റ്. എന്താണോ ചോദിച്ചത് അത് മാത്രം ആൻസർ കറക്റ്റായിട്ട് എന്താണോ പോയിൻ്റ് അത് അനുസരിച്ച് ഒരു സെൻറ്റൻസിലോ 2 സെൻറ്റൻസിലോ എഴുതിയാൽ നിങ്ങൾക്ക് എന്തായാലും 4+4 8 മാർക്സ് നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസിൽ തന്നെ സ്കോർ ചെയ്യാം.
സോ അതേപോലെ ഫസ്റ്റ് നിങ്ങളെ ആൻസർ ഷീറ്റ് എപ്പോഴും നല്ല ഇംപ്രസീവ് ആയിരിക്കണം. ഇംപ്രഷൻ ഫസ്റ്റ് കൊടുക്കണം. ഫസ്റ്റ് പേജിൽ തന്നെ വെട്ടിയിട്ടും കുത്തിയിട്ടും ഇല്ലാതെ നല്ലോണം നിങ്ങൾ തറോ ആയ ആൻസേഴ്സ് ഏതാണോ, അത് എസ്സേ ആണെങ്കിൽ എസ്സേ, കോംപ്രഹെൻസീവ് ആണെങ്കിൽ കോംപ്രഹെൻസീവ്, പാരാഗ്രാഫ് ആണെങ്കിൽ പാരാഗ്രാഫ്, അത് ഏതാണോ, അത് ഏതിലാണോ നിങ്ങൾ തറോ ആയിട്ട് നന്നായി എനിക്ക് എഴുതാം എന്നുള്ള ഉറപ്പുള്ളത് അത് ഫസ്റ്റ് പേജിൽ നന്ന വൃത്തിക്ക് എഴുതിയാൽ ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾക്ക് വാങ്ങാം. സോ ഇങ്ങനെയൊക്കെ കുറച്ച് ടിപ്സ് തരുന്നുണ്ട്. നിങ്ങൾ നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ച് പഠിച്ചാൽ എന്തായാലും യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ് ഇൻ ദിസ് പേപ്പർ. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇനി കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഞാൻ സമ്മറി തന്നിട്ടുണ്ട്. ഓഫ്ലൈനിലും കുറച്ച് ഞാൻ വൈക്കം സത്യാഗ്രഹ, ജീവിതപാത ഒക്കെ ഞാൻ ഓഫ്ലൈനിൽ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. സമ്മറി ക്ലാസ് പോലെ. ഇനി വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് അറിയിക്കാം, ഞാനത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി അടുത്തുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ തുടങ്ങുന്നതായിരിക്കും. സോ ബി തറോ വിത്ത് എല്ലാം ഒന്ന് ചാപ്റ്റേഴ്സ് പഠിക്കാം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഞാൻ തന്ന എസ്സേസും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ക്ലാസ് കേൾക്കാം. എന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോയിൻറ്റ്സ് കിട്ടുകയും അത് നിങ്ങൾ ആൻസേഴ്സിൽ ഉൾപ്പെടുത്താം. ആൻസേഴ്സ് നല്ല വൃത്തിക്ക് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പ്ലീസ് മെസ്സേജ് മീ ഓർ പ്ലീസ് ഇൻഫോം മീ ത്രൂ വാട്സപ്പ്. ഇനി ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, ഇനി ഇതുവരെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്തവരും എന്തായാലും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. താങ്ക് യു.